സംസ്ഥാനത്ത് കുതിച്ചുയർന്ന നാളികേരത്തിന്റെ വില രണ്ടാഴ്ചക്കിടെ വെളിച്ചെണ്ണയുടെ വില 2 തവണ വർദ്ധിച്ചു. ലിറ്ററിന് 400 രൂപയ്ക്കടുത്തായി. ഇതോടെ താളം തെറ്റുന്നത് സാധാരണക്കാരന്റെ അടുക്കള ബജറ്റാണ്. കേരം തിങ്ങും നാടാണ് കേരളമെങ്കിലും ഇപ്പോൾ ഈ കേരനാട്ടിൽ നാളികേരം കിട്ടാക്കനിയാവുകയാണ്. കാരണം കേരവൃക്ഷത്തിന്റെ നാട്ടിൽ നമുക്കാവശ്യമായ നാളികേരം പോലുമില്ല. തമിഴ്നാട്ടിൽ നിന്നുമാണ് നിലവിൽ നാളികേരം എത്തിക്കുന്നത്. 1 കിലോ നാളികേരത്തിന് 68 മുതൽ 75 രൂപ വരെയാണ് നിലവിലെ മാർക്കറ്റ് വില. ഇതോടെ സാധാരണക്കാരന്റെ അടുക്കളയിൽ തേങ്ങയരച്ച കറികൾക്ക് പകരക്കാരെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. തേങ്ങ ഇപ്പോൾ ഓരോ ദിവസവും 1-2 ദിവസം 1 രൂപ 2 രൂപ വെച്ച് ദിവസം ഓരോ ദിവസങ്ങളും തേങ്ങ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തേക്ക് തന്നെ കിട്ടൂല. ഓട്ടോമാറ്റിക് 68, 69, 70 ആ റേഞ്ചിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നത്. അത്യാവശ്യം ഇപ്പം 10 നാളിപ്പോൾ 4 നാളികേരം വാങ്ങണം. അതിന്റെ ആൾക്കാരുടെ ഉപഭോഗം കുറയണം. കൊപ്രയ്ക്ക് വില കൂടിയതോടെ വെളിച്ചെണ്ണയ്ക്കും തൊട്ടാൽ പൊള്ളുന്ന വില നൽകണം. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 400-നടുത്തായി. വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. ഇതിനിടെ വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകളുടെ തള്ളിക്കയറ്റവും വിപണിയിലുണ്ട്. അതുപോലെ എണ്ണ 360-370 ആ റേഞ്ചിൽ എണ്ണയുടെ വിലയും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൊപ്ര നിലവാരമില്ലാത്ത കൊപ്ര ഉപയോഗിച്ചിട്ട് അതുപോലെ സൾഫർ ഉപയോഗിക്കുന്ന കൊപ്ര കാരണം അതിന് കളർ കണ്ടതിന് അറിയാം, മുകളിലൊരു വൈറ്റ് കളറായിരിക്കും. ആ സൾഫർ ഉപയോഗിക്കുന്ന അഞ്ചിൽ ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും കൊപ്ര കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൾഫർ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ നാട്ടിൽ മറ്റുമ്പുറത്തുള്ള കൊപ്ര വിളിച്ച് നല്ല പ്യൂറായിട്ടുള്ള കെമിക്കൽസ് ചേർക്കാത്ത വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ അവിടുന്ന് വരുന്ന എണ്ണയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് വരുന്ന എണ്ണയായിട്ട് ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മില്ലുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇനി സ്വല്പം കരിക്ക് കുടിക്കാമെന്ന് വെച്ചാലോ അവിടെയും വില വില്ലനാകുന്നുണ്ട്. സാധാരണക്കാരന് കരിക്ക് കുടിച്ച് ദാഹമകറ്റാനും ഒന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ സാധനം കുറവായതുകൊണ്ട് വില കൂട്ടി എടുക്കും. സാധനം അവരെ ജോലിക്കൂലി വണ്ടിക്കൂലി ഇതെല്ലാം നോക്കിയല്ലേ കൊടുക്കാൻ ഒക്കുള്ളൂ. അങ്ങനെ ഇവിടെ കൊണ്ടുവരും. പൊതുവെ വില കൂടുതലാണ്. തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ മലയാളികളുടെ അടുക്കളയില്ല. എത്രയൊക്കെ വില വർദ്ധിച്ചാലും ഇവ വാങ്ങാതെ തരവുമില്ല. ആകെയുള്ള മാർഗം വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. എന്നാൽ ആ തീരുമാനമാകട്ടെ കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കും. നാളികേരത്തിന്റെ നാട്ടിൽ തേങ്ങയൊഴിച്ചൊരു കറി കൂട്ടാമെന്ന് വെച്ചാൽ അതിന്ന് ആർഭാടമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ പിന്നെ വെളിച്ചെണ്ണ തേച്ചൊരു കുളി പാസാക്കിയല്ലോ എന്ന് കരുതിയാലോ അതിനും പറ്റാത്ത സ്ഥിതി. അനുദിനം വർദ്ധിക്കുന്ന നാളികേരത്തിന്റെ വിലയിൽ ചെറുകിട കച്ചവടക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ടുന്നത് ഒരുപോലെയാണ്. ക്യാമറാമാൻ അനിലിനൊപ്പം അതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നാളികേരത്തിന്റെയും എണ്ണയുടെയും വില വലിയ തോതിൽ വർദ്ധിച്ചതോടെ വലയുന്നത് സാധാരണക്കാരും ചെറുകിട കച്ചവടക്കാരുമാണ്. ഒപ്പം വെളിച്ചെണ്ണയിലെ വ്യാജന്മാർ വിപണി കീഴടക്കിയതോടെ പ്രതിസന്ധിയിലായെന്ന് കച്ചവടക്കാരും പറയുന്നു. നമ്മളിപ്പോൾ പുറത്തിരുന്ന് തന്നെ എടുക്കുന്നത്. ഇപ്പം കേരളത്തിൽ നാളികേരം വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ ഇവിടെ തന്നെ തികയുന്നില്ല. അപ്പം പൊതുവെ ഇപ്പോൾ വെളിയിരുന്നാണ് ഇപ്പം കൂടുതലായിട്ട് സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പം എണ്ണയുടെ വില വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വില ഇപ്പം കുറച്ചായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ വാങ്ങിക്കുന്നില്ല. ഇപ്പം ആവശ്യക്കാർ ഇപ്പം 5 കിലോ വാങ്ങിക്കുന്നവർ ഇപ്പോൾ 1 കിലോ എന്നുവെച്ചാൽ വില വർദ്ധിച്ചതുകൊണ്ട് ഇപ്പം അത്രയും സാധനങ്ങൾ എല്ലാവരും ഉപയോഗം കുറച്ചുകൊണ്ട് വരികയാണ്. എണ്ണയായാലും ശരി തന്നെ, നാളികേരമായാലും ശരി തന്നെ. നല്ല വിലയാണ്. വെളിച്ചെണ്ണ നല്ല വിലയാണ്. 350, 360, 370 പല വിലയാണ്. ഏകദേശം കൊപ്ര വില 250-ന് മേളിലോട്ടാണ് ഇപ്പം കടന്നു വന്നിരിക്കുന്നത്. സാധാരണ മില്ലുകാരെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ വില ഇപ്പോൾ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 380 രൂപയാണ് കിലോ. അടുത്ത സ്റ്റോക്ക് വരുമ്പോഴത്തേനും 400-420 കടക്കുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വെല്ലുവിളിയായിട്ട് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് മായം ചേർത്ത വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് വരുന്നതാണ്. വെളിച്ചെണ്ണ വില കൂടുതൽ. ഇപ്പോൾ ഞങ്ങൾക്ക് 15 കിലോ എണ്ണയ്ക്ക് 6000 രൂപ വിലയാകുന്നു. 6000 രൂപ കൊടുത്താൽ 8 രൂപ മിച്ചം കിട്ടും. സാധനമൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തന്നെ.